Hello friends, HVAC Malayalam YouTube ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈമറി ചിൽഡ് വാട്ടർ പമ്പിനെ കുറിച്ചാണ്. പ്രൈമറി ചിൽഡ് വാട്ടർ പമ്പ് ചില്ലർ സിസ്റ്റത്തിൽ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവുക, അതിൽ വരുന്ന കമ്പണൻസ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ ഞാൻ കൂടുതലായിട്ട് HVAC ആൻഡ് ഇലക്ട്രിക്കൽ വീഡിയോകളായിരിക്കും കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എയർ കണ്ടീഷനിങ് ഫീൽഡിലോ അതോ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പ്രൈമറി ചിൽഡ് വാട്ടർ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന ഔട്ട്ലെറ്റ് ലൈനിലാണ്. ഔട്ട്ലെറ്റ് ലൈനിൽ മെയിൻ ഹെഡർ ലൈനിലാണ് പ്രൈമറി ചിൽഡ് വാട്ടർ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ FCUs ഉണ്ടാവും, അതേപോലെ AHUs ഉണ്ടാവും. ഇതിൻ്റെ എല്ലാം ഔട്ട്ലെറ്റ് ലൈൻ വന്നിട്ട് ഒരു മെയിൻ പൈപ്പിൽ കണക്റ്റ് ആവും. ഈ പൈപ്പിലാണ് ചിൽഡ് വാട്ടർ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, പ്രൈമറി ചിൽഡ് വാട്ടർ പമ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന വെള്ളം വലിച്ചെടുത്തിട്ട് റിട്ടേൺ വരുന്ന വെള്ളം വലിച്ചെടുത്ത് നേരെ ചില്ലറിൻ്റെ ഇൻലെറ്റിലേക്ക് സപ്ലൈ ചെയ്യാണ് പ്രൈമറി ചിൽഡ് വാട്ടർ പമ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈമറി ചിൽഡ് വാട്ടർ പമ്പ് റൂമാണ്. ഇതിലൊരു 4 പ്രൈമറി പമ്പ്സ് കണക്ട് ആക്കിയിട്ടുണ്ട്. ഇത് VFDയിലാണ് വർക്കാവുന്നത് ഈ പ്രൈമറി പമ്പ്. ഇത് നേരെ ഇതിൻ്റെ ഹെഡർ ലൈനും ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന ഹെഡർ ലൈനാണിത്. കാണുന്നത് ബിൽഡിങ്ങിൽ നിന്ന് റിട്ടേൺ വരുന്ന മെയിൻ ഹെഡർ ലൈനാണ്. അത് FCU AHU അതിൻ്റെ എല്ലാം ഔട്ട്ലെറ്റ് വന്നിട്ട് ഈ മെയിൻ ഹെഡറിലാണ് കണക്റ്റ് ആയിരിക്കുന്നത്. ഈ ഹെഡർ ലൈൻ നേരെ പോയിട്ട് പ്രൈമറി ചിൽഡ് വാട്ടർ പമ്പിൻ്റെ സക്ഷൻ ലൈനിലാണ് കണക്റ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ഈ ലൈൻ നേരെ കണക്റ്റ് ആയിരിക്കുന്നു പമ്പിൻ്റെ സക്ഷൻ ലൈനിൽ. ഇതിൻ്റെ സക്ഷൻ ലൈനിൽ വന്നിട്ട് ഒരു ബട്ടർഫ്ലൈ വാൾ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ബട്ടർഫ്ലൈ വാൽവാണിത്. അതിനുശേഷം ഒരു പ്രഷർ ഗേജ് കൊടുത്തിട്ടുണ്ട്. പ്രഷറെല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ ഗേജ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു വൈസ് ട്രെയിനർ ഉണ്ട്. വൈസ് ട്രെയിനർ എന്തിനാന്ന് വെച്ചാൽ ചില്ല് വാട്ടറിൽ എന്തെങ്കിലും കച്ചറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈസ് ട്രെയിനർ. അതിനുശേഷം ഇതിൻ്റെ ഹെഡറിൻ്റെ അടിയിലൊരു ഡ്രെയിൻ വാൽവ് കൊടുത്തിട്ടുണ്ട്. മെയിൻ്റനൻസ് വർക്കെല്ലാം വരുമ്പോൾ നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്ത് മെയിൻ്റനൻസ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രെയിൻ വാൽവ് കൊടുത്തിരിക്കുന്നത്. ഡ്രെയിൻ വാൽവിന് ശേഷം പമ്പിൻ്റെ സക്ഷൻ ലൈനിൽ ഇത് ഏകദേശം ഈ ഭാഗത്തായിട്ട് ഈ അലുമിനിയം ക്ലാഡിങ്ങിൻ്റെ ഉള്ളിൽ ഒരു റബ്ബർ കപ്ലിംഗ് കൊടുത്തിട്ടുണ്ടാവും. റബ്ബർ കപ്ലിംഗ് എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാൽ ഈ റബ്ബർ കപ്ലിംഗ് ഈ പമ്പിൻ്റെ സക്ഷനിലും അതേപോലെ ഡിസ്ചാർജ് ലൈനിലും കൊടുത്തിട്ടുണ്ടാവും. പമ്പ് വർക്ക് ചെയ്യുമ്പോഴുള്ള വൈബ്രേഷൻ അത് ചിൽഡ് വാട്ടർ ലൈനിൽ എഫക്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സക്ഷനിലും അതേപോലെ ഡിസ്ചാർജിലും ഒരു റബ്ബർ കപ്ലിംഗ് കൊടുക്കുന്നത്. പിന്നെ പമ്പിൻ്റെ ഡിസ്ചാർജ് സൈഡിൽ വന്നിട്ട് റബ്ബർ കപ്ലിങ്ങിന് ശേഷം ഒരു നോൺ റിട്ടേൺ വാൾവ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഈ നോൺ റിട്ടേൺ വാൾവ് എന്തിനാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് വെച്ചാൽ ഒന്നിൽ കൂടുതൽ പമ്പുകളുള്ള സ്ഥലങ്ങളിൽ എല്ലാ പമ്പും ഒരുമിച്ച് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ പമ്പ് വർക്ക് ചെയ്യാതിരിക്കുന്ന സമയത്ത് അടുത്തുള്ള പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രഷർ ഡിസ്ചാർജ് ചെയ്ത് വരുന്ന പ്രഷർ ഇതിൻ്റെ സക്ഷൻ ലൈനിലേക്ക് ബൈപ്പാസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോൺ റിട്ടേൺ വാൾവ് ഫിക്സ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ നോൺ റിട്ടേൺ വാൾവ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അടുത്തുള്ള പമ്പ് വർക്ക് ചെയ്യുമ്പോൾ ഈ പമ്പ് ഓപ്പോസിറ്റ് റൊട്ടേഷനിൽ ഓഫായിരിക്കുന്ന പമ്പ് ഓപ്പോസിറ്റ് റൊട്ടേഷനിൽ വർക്ക് ആവാനുള്ള സാധ്യത ഉണ്ടാവും. പമ്പിൻ്റെ സീല് ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസ്ചാർജ് സൈഡിൽ നോൺ റിട്ടേൺ വാൾവ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതേപോലെ പമ്പിൻ്റെ ഡിസ്ചാർജ് സൈഡിൽ NRVക്ക് ശേഷം ഒരു പ്രഷർ ഗേജ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു റെഗുലേറ്റിംഗ് വാൽവും കൊടുത്തിട്ടുണ്ട്. റെഗുലേറ്റിംഗ് വാൽവ് എന്താണെന്ന് വെച്ചാൽ ചിൽഡ് വാട്ടറിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ആവശ്യമുള്ള അത്ര ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റെഗുലേറ്റിംഗ് വാൽവ് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ലൈന് നേരെ പോകുന്നത് ചില്ലറിൻ്റെ ഇൻലെറ്റിലേക്കാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് പുറത്ത് പോയിരിക്കുന്നത് ഈ റൂമിൻ്റെ പുറത്ത് പോയിട്ടുണ്ട്. ഇത് നേരെ പോകുന്നത് ചില്ലറിൻ്റെ ഇൻലെറ്റിലേക്കാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ചില്ലറിൻ്റെ ഇൻലെറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്, അതേപോലെ ഔട്ട്ലെറ്റിൽ എന്തൊക്കെ കമ്പണൻസ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതാണ് പമ്പ് റൂമിൽ നിന്ന് പമ്പിൻ്റെ ഡിസ്ചാർജ് ലൈന് ഇതാണ് വരുന്നത്. ഇതൊരു മെയിൻ ചില്ലറിലേക്കുള്ള ഹെഡറിൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇത് പമ്പിൻ്റെ ഡിസ്ചാർജ് ലൈനാണിത്. ഇത് നേരെ വന്നിട്ട് ചില്ലറിൻ്റെ ഇൻലെറ്റിൽ അതേപോലെ ഒരു ബട്ടർഫ്ലൈ വാൽവ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മോട്ടറൈസ്ഡ് വാൽവ് കൊടുത്തിട്ടുണ്ട് ചില്ലറിൻ്റെ ഇൻലെറ്റിൽ. ഈ മോട്ടറൈസ്ഡ് വാൽവ് ചില്ലർ ഓൺ ആവുന്ന സമയത്ത് മാത്രമാണ് ഇത് ഓപ്പൺ ആവത്തുള്ളൂ. അതേപോലെ ഒരു വൈസ് ട്രെയിനർ കൊടുത്തിട്ടുണ്ട് ചില്ലറിൻ്റെ ഇൻലെറ്റിലും. അതേപോലെ ഒരു വൈസ് ട്രെയിനർ കൊടുത്തിട്ടുണ്ട് ചില്ല് വാട്ടറിൽ കച്ചറ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്
ഒരു ട്രെയിൻ ചില്ലറിൻ്റെ ഇവാപ്പറേറ്ററാണിത്, ഫ്ലഡഡ് ഇവാപ്പറേറ്ററാണ്. അതുകൊണ്ടാണ് സൈഡിൽ ഇതിൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് കണക്ഷൻ വന്നിരിക്കുന്നത്. ഇത് നേരെ ചില്ലറിൻ്റെ ഈ ഫ്ലഡഡ് ഇവാപ്പറേറ്ററിൻ്റെ ഇൻലെറ്റിലേക്ക് കണക്റ്റ് ആയിരിക്കുന്നു. അതിനുശേഷം ഇത് മുകളിലത്തെ ലൈനാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ്. ഈ ഔട്ട്ലെറ്റ് ലൈൻ നേരെ പോയിട്ട് അത് ബിൽഡിങ്ങിലേക്കാണ് പോകുന്നത്. ബിൽഡിങ്ങിൽ HU അതേപോലെ FCUസിലേക്കാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ് കണക്ഷൻ പോയിരിക്കുന്നത്. ഔട്ട്ലെറ്റിലൊരു ഫ്ലോ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇതിൻ്റെ ഔട്ട്ലെറ്റിലൊരു റെഗുലേറ്റിംഗ് വാൽവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രൈമറി ചിൽഡ് വാട്ടർ സിസ്റ്റത്തിൽ വരുന്നത്. ഈ സിസ്റ്റത്തിൽ ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ചിൽഡ് വാട്ടർ സിസ്റ്റത്തിൽ പ്രൈമറി പമ്പ് മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. സെക്കൻഡറി പമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ ഏരിയ കുറവായത് കാരണം പ്രൈമറി പമ്പ് മാത്രമാണുള്ളത്. വലിയ കൂടുതൽ ഏരിയ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സെക്കൻഡറി പമ്പും ചില്ലറിൻ്റെ ഔട്ട്ലെറ്റിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ കൺട്രോൾ പാനലൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. ഈ 4 പ്രൈമറി പമ്പ്സും വർക്കായിക്കൊണ്ടിരിക്കുന്നത് VFD ഡ്രൈവിലാണ് വർക്കായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പഴയ സിസ്റ്റങ്ങളിലൊന്നും നിങ്ങൾക്ക് പ്രൈമറി പമ്പ് സിസ്റ്റത്തിൽ VFD കാണാൻ പറ്റില്ല. പുതിയത് വരുന്ന സിസ്റ്റങ്ങളിൽ കൂടുതലായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നുണ്ട്. പ്രൈമറി പമ്പ്സിനും VFD ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് പുതിയ സിസ്റ്റം ആയതുകൊണ്ട് ഇത് VFDയിലാണ് ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. 4 VFD ഡ്രൈവ് ഉണ്ട് 4 പ്രൈമറി പമ്പ്സിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രഷറൈസേഷൻ യൂണിറ്റ് എങ്ങനെയാണെന്ന്. ഇത് 2 പ്രഷറൈസേഷൻ യൂണിറ്റിൻ്റെ ടാങ്കാണിത്, വെസിൽ ടാങ്കിത്. വെള്ളം ഓട്ടോമാറ്റിക്കായി ടോപ്പപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റം വെച്ചിട്ടുണ്ട്. വെള്ളം ഇൻ കേസ് ചിൽഡ് വാട്ടർ എങ്ങാനും കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മെയിൻ്റനൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം ലോസ് ആവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രഷർ ഓട്ടോമാറ്റിക്കായി ടോപ്പപ്പ് ആവും. പിന്നെ അടുത്ത് വന്നിട്ട് ഇതൊരു കെമിക്കൽ ഡോസിങ് പോയിൻ്റാണ്. ചിൽഡ് വാട്ടർ സിസ്റ്റത്തിൽ കെമിക്കൽ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കെമിക്കൽ ഡോസിങ് പോയിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ ഞാൻ കൂടുതലായിട്ടും HVAC സിസ്റ്റത്തിനെ കുറിച്ചും അതിൻ്റെ കൺട്രോൾ വയറിങ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ കൂടുതലായിട്ടും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എയർ കണ്ടീഷൻ ഫീൽഡിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.